ദേശീയാടിസ്ഥാനത്തിൽ മഹാത്മാഗാന്ധിയും സംസ്ഥാനത്ത് ശ്രീനാരായണ ഗുരുദേവനും നടത്തിയ നിസ്തുലമായ സേവനങ്ങളുടെ സമ്പന്നമായ പാതയിലൂടെ തന്നെയാണ് നാം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ഇടക്കൊന്ന് സൂചിപ്പിച്ചതുപോലെ ആ മൂല്യങ്ങൾക്കേറെ പ്രസക്തിയുള്ള കാലമായി ഇത് മാറി എന്ന് ഞാനും ആവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് ഏറെ പ്രസക്തി ഉണ്ടാകുന്നത്? ഇന്നലെ ഉണ്ടായതിനേക്കാൾ പ്രസക്തി ഇന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ മൂല്യങ്ങൾ വെല്ലുവിളിയെ നേരിടുന്നു എന്നാണ്. അപ്പോൾ നമുക്കെന്താണ് ചെയ്യാനുള്ളത്? ഈ മൂല്യങ്ങളിലടങ്ങിയ ആശയങ്ങളുടെ കാവൽക്കാരായി നിലയുറപ്പിക്കുകയും കേരളത്തെയും ഇന്ത്യയെയും ജാതിമതഭേദമന്യേ ഒരു മനുഷ്യനെപ്പോലെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ആ മൂല്യങ്ങൾ ബോധപൂർവം നശിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ഉണ്ടോ എന്ന ഉത്കണ്ഠയാണ് ആ വാക്കുകളിലൂടെ ഞാൻ ദർശിക്കുന്നത്. ആ ഉത്കണ്ഠ ഈ വേദിയിലിരിക്കുന്ന ഇതിൻ്റെ സംഘാടകർക്ക് മാത്രമല്ല, നാടിനാകെയുള്ള ഉത്കണ്ഠയാണ്. നാം തിരിഞ്ഞു നോക്കുമ്പോൾ നാം മുന്നോട്ടാണോ പിന്നോട്ടാണോ? നമ്മുടെ ഇടയിൽ ശ്രീനാരായണ ധർമ്മങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തന്നെ സാധിക്കുന്നുണ്ടോ എന്ന ആത്മപരിശോധനയാണ് ഗുരുദേവൻ അർപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആദരവ് എന്ന് ഞാൻ കരുതുകയാണ്. ആ ആദരവിലൂടെ നമുക്ക് ഒരൊറ്റ ജാതി, ഒരൊറ്റ മതം, ഒരു ദൈവം എന്ന വിശാലതയിലേക്കാണ്, ഏകത്വത്തിലേക്കല്ല നാം പോകേണ്ടത്. ഒരു രാജ്യം, ഒരു വോട്ട്, ഒരു മതം എന്നതൊക്കെ മറ്റു ചില അർത്ഥത്തിൽ നമ്മുടെ പ്രയോഗിക്കപ്പെടുമ്പോൾ നാം ഒന്ന് എന്നതിന് ഗുരുദേവൻ കണ്ട വ്യാഖ്യാനം ഒന്നല്ല, എല്ലാം കൂടിയ ഒന്നാണ് എന്നാണ്. ഒന്ന് മാത്രമല്ല എന്നാണ്. ഏകത്വമല്ല, നാനാത്വത്തിൽ ഏകത്വം എന്നതാണ് ഗുരുദേവൻ്റെ ദർശനമെന്ന് അത്തരം ചിന്തിക്കുന്നവരോട്, പറയുന്നവരോട് ഉറക്കെ പറയാൻ കഴിയുന്നൊരു പ്രസ്ഥാന ശക്തിയായി SNDP യൂണിയൻ മാറുമെങ്കിൽ അത് നാടിനോട് കാണിക്കുന്ന നന്മയായിരിക്കും, ഈ നാടിൻ്റെ സുഹൃതമായിരിക്കും. ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെയും നമ്മുടെ സമൂഹത്തെയും ഉത്ഗ്രഥനത്തിലേക്ക്, ഉത്കർഷയിലേക്ക് നയിക്കാൻ SNDP യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ സഹായകമാകും വിധം പ്രതിജ്ഞയെടുക്കാൻ ഗുരുദേവൻ്റെ ഈ ജയന്തി ആഘോഷം സഹായകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുമതിയോടെ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ജയന്തി ആഘോഷങ്ങളും ഓണാശംസകളും നേരുന്നു. നമസ്കാരം.